ചെമ്പനീർ പൂവിൻ്റെ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി രേവതിയും കൂട്ടിക്കൊണ്ട് ടെറസിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അവിടെ ഒരു ടെൻറ്റൊക്കെ കെട്ടി അതിൽ രേവതിയോടൊപ്പം താമസിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് കേട്ടോ രേവതിയും കൂട്ടിക്കൊണ്ട് സച്ചി മുകളിലെത്തുന്നത്. അപ്പോൾ അവിടെ എത്തുന്നതും ടെൻറ്റൊക്കെ കാണുമോ, ഇന്നെന്താ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണോ എന്ന് രേവതി ചോദിക്കുമ്പോൾ, ഫസ്റ്റ് നൈറ്റോ അതെന്ത് നൈറ്റാണ്, നമ്മൾ ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷം ഒരുപാട് രാത്രികൾ കടന്നു പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾക്കൊന്നും അറിയില്ല, ഞാൻ വീട്ടിൽ പോയി തിരിച്ചെത്തിയതിന് ശേഷം നമ്മൾ ഒരുമിക്കുന്ന രാത്രി കൂടിയല്ലേ ഇത്, അതുകൊണ്ടാണ് ഇത് ആദ്യ രാത്രിയാണോ എന്ന് ചോദിച്ചതെന്നൊക്കെ രേവതി തിരിച്ച് പറയുന്നുണ്ട് കേട്ടോ സച്ചിയോട്. തുടർന്ന് നീ അടുത്തുണ്ടെങ്കിൽ എന്നും എനിക്ക് ആദ്യ രാത്രി പോലെയാണെന്നൊക്കെ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു മറുപടി തന്നെ സച്ചി കൊടുക്കുന്നുണ്ട് രേവതിക്ക്. തുടർന്ന് സച്ചി ആകാശത്തേക്ക് നോക്കുമ്പോൾ അവിടെ പൂർണ്ണചന്ദ്രനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിയോടായിട്ടും രേവതി നീ നോക്ക്, ചന്ദ്രനെ കാണുന്നില്ലേ, ചന്ദ്രൻ നമ്മളെ തന്നെ നോക്കി ചിരിക്കുകയാണെന്നൊക്കെ സച്ചി പറയുന്നതും, ഇപ്പം നിങ്ങൾക്ക് മനസ്സിൽ ഏത് പാട്ടാണ് തോന്നുന്നതെന്ന് രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ സച്ചിയോട്. തുടർന്ന് രണ്ടുപേരും ഒരുമിച്ച് നിലാവിനെ കുറിച്ചുള്ള ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട്. തുടർന്ന് ടെൻറ്റിനകത്തേക്ക് കയറുന്നുണ്ട് കേട്ടോ രണ്ടുപേരും ഒരുമിച്ച്. തുടർന്ന് ഇന്ന് പൗർണമിയാണ് എന്നൊക്കെ സച്ചി രേവതിയോടായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അമാവാസി എന്ന് രേവതി ചോദിക്കുമ്പോൾ, അമാവാസിയുടെ ഇരുട്ട് നീക്കാൻ നീ ഇല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് സച്ചി പെട്ടെന്ന് തന്നെ രേവതിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് അവരൊരുമിച്ചുള്ള വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള നിമിഷങ്ങളൊക്കെയാണ് കേട്ടോ കടന്നു പോകുന്നത്. അങ്ങനെ ചെമ്പനീർ പൂവിൻ്റെ വളരെ രസകരമായിട്ടുള്ള എപ്പിസോഡുകൾ തന്നെയാണ് വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.